ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു കേപ്പ് ഗൗണിൻ്റെ നോർക്കോട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മോഡലിൽ കാണും പോലെ പുറമേക്ക് കേപ്പ് പോലെ ബാക്ക് സൈഡിലേക്ക് ഫുൾ ലെങ്ത്തിൽ കിടന്നിട്ട് ഫ്രണ്ടിൽ നമ്മുടെ യോക്ക് പോർഷൻ വരെ ആണ് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് നെക്കിലൊരു കോളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. വളരെ എളുപ്പമാണിത് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ നമ്മൾ ഫുൾ ലെങ്ത്തിൽ എയർലൈനായിട്ട് സ്റ്റിച്ച് ചെയ്തിടുകയാണ് ചെയ്തിരിക്കുന്നത്. എയർലൈൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിടുകയാണ് ചെയ്തിരിക്കുന്നത്. പുറമേക്ക് നമ്മൾ ഇതുപോലെ ബ്ലാക്ക് ജോർജറ്റ് എടുത്തിട്ടുണ്ട് 2 മീറ്റർ. അതുപോലെ ഈ നെക്കിൽ വെക്കാനുള്ള ലേസുണ്ട്, വീതി കൂടിയ ലേസാണ്. കോളറിൽ വെക്കാൻ ആ സെയിം കളർ തന്നെ സെയിം പാറ്റേൺ വരുന്ന ഒരു വീതി കുറഞ്ഞ ലേസും നമ്മൾ കേപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സിൽവർ കളറിലുള്ള ലേസാണ് കേട്ടോ എടുത്തത്. അതിന് വേണ്ടിയിട്ട് 2 മീറ്റർ മെറ്റീരിയൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് 44 ഇഞ്ച് വിഡ്ത്താണ് വരുന്നത്. അത് ഇതുപോലെ വിഡ്ത്ത് വൈസ് തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഫുള്ള് എടുക്കുക. എന്നിട്ട് അത് നമുക്ക് രണ്ടായിട്ട് മടക്കിയിടണം. അപ്പോൾ ബാക്ക് ഫുൾ ലെങ്തിലാണ് വരുന്നത്. ആ ഫുൾ ലെങ്ത് ബാക്കിൽ വരാൻ പാകത്തിനും പിന്നെ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ യോക്ക് പോർഷനൊക്കെ വരില്ലേ, ആ ഒരു ലെങ്ത്തിലേക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ലെങ്ത്തും അതിന് വേണ്ടുന്ന തയ്യൽ തുമ്പോടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ അളന്നെടുത്തിട്ടൊന്ന് മടക്കി ഇടുക കേട്ടോ. അപ്പം മടക്കി ഫിനിഷായിട്ട് നല്ല സെറ്റായിട്ട് നന്നായിട്ട് ചുളിവൊന്നുമില്ലാതെ 2 സൈഡും ഒരേപോലെ വരാൻ പാകത്തിന് കേട്ടോ. എല്ലാ പോർഷനും കറക്റ്റായിട്ട് ഇരിക്കണം. നമുക്ക് കറക്റ്റ് പകുതിക്ക് വെച്ച് തന്നെ വേണം ഇങ്ങനെ ഇരിക്കാൻ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് യോക്കിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടുതൽ നമുക്ക് യോക്കിൻ്റെ അടിഭാഗം അടിക്കാനുള്ള തയ്യൽ തുമ്പ് മാത്രം എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് കട്ടിങ് വരുന്നില്ല, അതുകൊണ്ട് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നല്ല പക്കായിട്ട് ഇതുപോലെ നല്ല ഫിനിഷായിട്ട് തന്നെ മടക്കി ഇടുക കേട്ടോ. ഇനി നമുക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് ഫ്രണ്ടിലുള്ള ചെറിയ പീസിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ഫ്രണ്ടിലെ ലെങ്ത്ത് നമ്മുടെ യോക്ക് ലെങ്ത്ത് വരെ കേട്ടോ, മോഡലിൽ കാണിച്ചില്ലേ ആ ഒരു ലെങ്ത്ത് വരെ മതി. ബാക്കി ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വന്നിട്ട് സൈഡ് ഒന്ന് കെർവ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ 2 സൈഡിലേക്കും ഇങ്ങനെ തൂങ്ങിക്കിടക്കാതെ നല്ല കെർവായിട്ട് അമ്പർല ഒരു ഷേപ്പ് പോലെ വരാൻ പാകത്തിന് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ വളച്ച് വരച്ചെടുക്കുക. അപ്പോൾ അത് ആ ഫ്രണ്ട് പോർഷൻ മാത്രം ഉൾക്കൊള്ളിച്ച് നമുക്ക് കട്ട് ചെയ്യണം. താഴത്തെ പോർഷനിലേക്ക് കത്രിക കൊള്ളാതെ കട്ട് ചെയ്തെടുക്കുക. ആ കോർണർ വരുന്ന പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. പിന്നെ സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലേസ് എത്ര ലെങ്ത് വരെ വേണം, അപ്പോൾ 2 സൈഡിലേക്കും ഒരേ അളവിൽ തന്നെ വരണമല്ലോ. അപ്പോൾ ഈ ലേസ് 2 സൈഡിലേക്ക് എത്ര വരണമെന്ന് ഫ്രണ്ടിൽ 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നെക്ക് കോളറാണ് വരുന്നത്. അപ്പോൾ ഒരു 2.5 ഇഞ്ച് അകലം എടുത്ത് 2.5 ഇഞ്ച് ലെങ്ത്ത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പം നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, അപ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ ബാക്ക് നെക്കും ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് നമുക്ക് തലയിൽ കടക്കണമല്ലോ. അപ്പോൾ കഴുത്ത് നമുക്ക് കടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബാക്കിലേക്ക് ചെറിയൊരു ഓപ്പണിങ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇനി നമുക്ക് ആ കോർണർ വരുന്ന പോർഷനിൽ നിന്ന് നമ്മൾ കുറച്ച് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തുനിന്ന് ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആ ഓപ്പൺ ഉണ്ടല്ലോ ബാക്കിലെ ഓപ്പൺ ഒന്ന് അടിച്ച് മറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് സിബ് വയ്ക്കാം, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ ആ ഓപ്പൺ ചെറുതായിട്ടൊരു 3-4 ഇഞ്ച് ഓപ്പൺ ആക്കി കൊടുത്ത് അടിച്ച് മറിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ബാക്കിലെ ഫുൾ ലെങ്ത്ത് വരുന്ന ആ പോർഷനിൽ നമുക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതും അതിൻ്റെ കൂട്ടത്തിൽ അടിഭാഗം മടക്കി അടിക്കുന്നതിന് വേണ്ടുന്ന തയ്യൽ തുമ്പോടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ കർവ് ചെയ്തെടുത്തില്ല, അതേപോലെ തന്നെ ഒരു 6 അല്ലെങ്കിൽ 7 ഇഞ്ച് കോൺ ഭാഗത്ത് നിന്ന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് മുകളിൽ നിന്ന് ആ സ്ട്രെയിറ്റ് വരുന്ന പോർഷനിൽ നിന്ന് ഇതുപോലെ കെർവാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ സൈഡ് തൂങ്ങിപ്പോകാതെ നമ്മൾ ഇട്ട് കഴിയുമ്പം സൈഡ് പോർഷനിലേക്ക് തൂക്കം വരാതെ ഇതുപോലെ കർവ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ മുകളിലും താഴെ ഭാഗത്തും ബാക്കിൻ്റെ താഴ്ഭാഗത്തും കർവ് ചെയ്തെടുക്കുക. നെക്കിന് കോളറിനുള്ള അളവ് മെഷർമെൻ്റ് എടുത്ത് അളന്ന് വെട്ടുക. പിന്നെ ബാക്കിൽ ഓപ്പൺ കൊടുക്കുക. അതിനുവേണ്ടി ആ ഓപ്പൺ അടിച്ച് മറിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ട് അത് ആ ഓപ്പൺ മാത്രം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഓപ്പണിൻ്റെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ പീസും ഉള്ളിലേക്ക് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് മടക്കി അടിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്കതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മുടെ ഓപ്പണിൻ്റെ അളവ് എത്രയാണോ വരുന്നത്
അത്രയും വെച്ചിട്ട് നമുക്ക് ഓപ്പണാക്കി തന്നെ കൊടുക്കാം. പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന 3 സൈഡും ഒന്ന് മടക്കി അടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കഴുത്തിലേക്ക് വെക്കുമ്പം ഓപ്പണിലേക്ക് വെച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് എളുപ്പമായിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് ആ ഓപ്പൺ വരുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്ത് നേരെ കോണിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ സൂചിയിൽ ഇങ്ങനെ കുത്തി നിർത്തി കറക്കി തിരിച്ചെടുത്ത് മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ കോൺ വരുന്ന പോർഷൻ ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ട് ഈ പീസ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യമേ അതിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ പീസിന് ചെറിയ വീതിയല്ലേ ഉള്ളൂ, അപ്പം നമുക്കത് മൊത്തത്തിലായിട്ട് തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ആദ്യമേ ഓപ്പൺ പോർഷൻ നമുക്കിതുപോലെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. അതിനുശേഷമാണ് നമ്മൾ കോളറിൻ്റെ മെഷർമെൻ്റ് എടുത്ത് കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ടായിട്ട് വരുന്ന ഒരു കോളറാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാൻവാസ് എടുത്തിട്ട് ക്യാൻവാസിലേക്ക് ഈ പീസ് വെച്ച് കൊടുത്ത് കോളർ വരച്ചെടുക്കാം. വളരെ ഈസി മെത്തേഡിൽ നമുക്ക് കോളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സെൻറ്ററായിട്ട് മാർക്ക് ചെയ്ത് ഇടുക. അതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക. ആ കോളറിൻ്റെ ആ ഷേപ്പ് വരാൻ പാകത്തിന് ഇങ്ങനെ മടക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പേനയോ ചോക്കോ എന്തെങ്കിലും വെച്ച് വരച്ചെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഇതൊന്ന് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കോളർ വെക്കുന്ന സമയത്ത് തികയാതെ വരും. അപ്പോൾ ജസ്റ്റ് നെക്കൊന്ന് വലിയുമല്ലോ തയ്ക്കുമ്പോൾ, ആ ഒരു വലിഞ്ഞ് തന്നെ വെക്കുക. ആ ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഓരോ ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ പോയിൻറ്റുകളെല്ലാം ജോയിൻ ചെയ്ത് എടുക്കുക കേട്ടോ. 1 ഇഞ്ച് വീതി മതി കോളറിന്. എന്നിട്ട് എഡ്ജ് പോർഷൻ വരുമ്പം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കണം. നമുക്ക് ക്യാൻവാസ് വെള്ളയാണല്ലോ, ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നിഴലടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യമേ ഒരു ലൈനിങ് പീസിലേക്ക് ഇത് അയൺ ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല പീസ് ജോർജറ്റ് വരുന്നതോടെ വെച്ച് കൊടുക്കണം. അപ്പോൾ മൊത്തം 4 ലെയർ വരും കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഈ കോളറിന് വേണ്ടുന്ന 4 സൈഡിലും തയ്യൽ തുമ്പ് വരാൻ പാകത്തിനൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാൻവാസ് വെച്ചേക്കുന്ന ആ പീസിൻ്റെ നെക്കിലേക്ക് വരുന്ന പോർഷൻ ജസ്റ്റ് നമുക്ക് ക്യാൻവാസിലേക്ക് മടക്കി അടിച്ചു കൊടുക്കാം. അല്ലാത്ത പീസെല്ലാം വെച്ച് തയ്ച്ചെടുത്തിട്ട് കയറ് വരുന്ന പോർഷനെല്ലാം കട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ മറിച്ചെടുക്കുക കേട്ടോ. അതുകൊണ്ട് ക്യാൻവാസിൻ്റെ ഒരു എഡ്ജ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ അടിച്ചു കൊടുക്കണം. പിന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സൈഡും അതിൻ്റെ മുകൾ ഭാഗവും കോളറിൻ്റെ മുകൾ ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കോളറിൻ്റെ പിന്നെ വരുന്ന നെക്കിലേക്ക് വരുന്ന പോർഷൻ കോളറിൻ്റെ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തേക്കുന്ന പോർഷൻ ഇതുപോലെ മടക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് തയ്യൽ തുമ്പ് ഉണ്ടാവുമല്ലോ, നൂർത്തി കഴിയുമ്പം തയ്യൽ തുമ്പ് ഉണ്ടാവും. ആ തയ്യൽ തുമ്പിൻ്റെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടാണ് അതാണ് നെക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചള്ള് ഭാഗത്തുനിന്ന് നമ്മൾ പടിയടിച്ചപ്പം നല്ല വശവും ചീത്ത വശവും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചള്ള് ഭാഗത്തുനിന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ക്യാൻവാസ് അയൺ ചെയ്ത പീസല്ല, ക്യാൻവാസ് അയൺ ചെയ്യാത്ത പീസ്, അതാണ് നമ്മൾ ഈ നെക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ റൗണ്ട് ഇങ്ങനെ കറക്കി കുറച്ച് ഭാഗം വെച്ച് തയ്ച്ച് കൊടുക്കണം കേട്ടോ. ഇത് റൗണ്ടിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ പോർഷനും വെച്ച് കൊടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അരികു വരുമ്പോൾ നമ്മൾ സൈഡിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ മറ്റേ സൈഡും അതുപോലെ തന്നെ ആ സെൻറ്ററിൽ നിന്ന് തന്നെ ഇപ്പോൾ മറ്റേ സൈഡ് ചെയ്ത പോലെ തന്നെ ഓരോ പീസും വെച്ച് കൊടുത്ത് തന്നെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചള്ള് വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇനി ഈ കോളറിനെ നമ്മൾ ക്യാൻവാസിൻ്റേക്ക് വെച്ച ഭാഗമുണ്ടോ അത് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ഫിനിഷായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മറിച്ച് ഇതുപോലെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ചുറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് കോളർ ഫിനിഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് റൗണ്ടായിട്ട് വരുന്ന ഒരു കോളറാണ്. അപ്പോൾ തല കിടക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിൽ ഇതുപോലൊരു ഓപ്പൺ കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വീതിയുള്ളൊരു ലേസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകൊണ്ട് നമ്മൾ 1 സൈഡ് ഫൂട്ട് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. പിന്നെ ആ ഒരു സ്കാലപ്പ് പോലെ ഒരു ഷേപ്പ് വരുന്നുണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ ഇടക്കോടെ മുകളിലൊക്കെ സ്റ്റോൺ ഉണ്ട്, പക്ഷേ നമുക്ക് ഇടക്കോടെ 1 സൈഡ് ഫൂട്ട് ഇട്ട് കൊടുത്താൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഷേപ്പിൽ തന്നെ കർവ് ചെയ്ത് വളച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. ശ്രദ്ധിച്ച് സൂചി പൊട്ടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
പിന്നെ നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ ഇതുപോലെ ചെറുതായിട്ട് മടക്കി അടിച്ചെടുക്കണം. അവിടെ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാനുള്ളതാണ്. ബാക്കി പോർഷൻ വേണേൽ നമുക്ക് ചെറിയ ഉഷയുടെ മെഷീൻ ഉണ്ടെങ്കിൽ ഉരുട്ടി തയ്ക്കൂലേ, അങ്ങനത്തെ മെഷീൻ ഉണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാം. ലേസ് വെക്കുന്ന പോർഷൻ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലേസ് വെക്കാൻ പാടായിരിക്കും. അപ്പം ആ പോർഷൻ ഇതുപോലെ മടക്കി അടിച്ച് കൊടുത്തിട്ട് ലേസ് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ സ്റ്റോൺ ഉള്ളതുകൊണ്ട് തയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തുന്നി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഫിനിഷ് ചെയ്ത് തന്നെ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി. ബാക്കി ലേസ് വെക്കാത്ത പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ റോൾ ചെയ്ത് ഉരുട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം കോളറും അതിനകത്ത് വരുന്ന ലേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മോഡൽ കാണുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ തോന്നും, പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോസും മോഡലൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.